നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഹരസ്തുതിയാണ്, തൃതീയ സ്കന്ധത്തിലുള്ള ഹരസ്തുതി. ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ബ്രഹ്മാവിന് ദേവി നൽകുന്ന ഉപദേശമാണ്. അഥ ഷഷ്ടോധ്യായ, ബ്രഹ്മാവിന് ദേവി നൽകുന്ന ഉപദേശം. ബ്രഹ്മോവാച ഇതി പൃഷ്ടാ മയാ ദേവി വിനയാവനതേന ച ഉവാച വചനം ശ്ലക്ഷ്ണമാധ്യാ ഭഗവതി ഹി സ. വിനയപൂർവം കുമ്പിട്ട് ഞാൻ ദേവിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആദിയായ ആ ഭഗവതി മൃദുവായി ഇങ്ങനെ അരുളി ചെയ്തു. ദേവി ഉവാച സദേകത്വം ന ഭേദോ അസ്തി സർവദൈവ മമാസ്യ ച യോ അസൗ സാഹമഹം യോ അസൗ ഭേദോ അസ്തി മതി വിഭ്രമാത്. സദാ ഏകത്വമാണ്, അവനും എനിക്കും തമ്മിൽ ഒരിക്കലും ഭേദമില്ല. അവൻ തന്നെയാണ് ഈ ഞാൻ, ഞാൻ തന്നെയാണ് അവൻ. ഭേദം ബുദ്ധിഭ്രമം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആവയോരന്തരം സൂക്ഷ്മം യോ വേദാമതിമാൻ ഹി സ വിമുക്ത സ തു സംസാരാത് മുച്യതേ നാത്ര സംശയ. ഞങ്ങൾക്ക് തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം ആരറിയുന്നുവോ അവനാണ് ബുദ്ധിമാൻ. അവൻ സംസാരത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു, സംശയമില്ല. ഏകമേവാദ്വിതീയം വൈ ബ്രഹ്മ നിത്യം സനാതനം ദ്വൈതഭാവം പുനർയാതി കാല ഉത്പുത്സു സംജ്ഞകേ. ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം ഒന്നു മാത്രമേയുള്ളൂ. അത് നിത്യവും സനാതനവുമാണ്. ദ്വൈതഭാവം വീണ്ടും ഉണ്ടാകുന്നത് ഉൽപ്പത്തി ആഗ്രഹിക്കുന്ന സമയത്താണ്. യഥാ ദീപസ്തധോപാദേർയോഗാത് സംജായതേ ദ്വിധാ ജായേവാദർശയം മധ്യേ വാ പ്രതിബിംബം തഥാ വയോ. ഉപാധിയോഗം നിമിത്തം ദീപം രണ്ടായി കാണുന്നത് പോലെയും കണ്ണാടിക്കുള്ളിൽ പ്രതിബിംബം നിഴലിക്കുന്നത് പോലെയുമാണ് ഞങ്ങൾ രണ്ടും തമ്മിലുള്ള ഭേദം. ഭേദ ഉത്പത്തികാലേ വൈസർഗാർത്ഥം പ്രഭവത്യജ ദൃശ്യാദൃശ്യവിഭേദായം ദൈവിധ്യേ സതി സർവധാ. ബ്രഹ്മാവേ, ഭേദം ഉൽപ്പത്തിക്കാലത്ത് സൃഷ്ടിക്കു വേണ്ടി സംഭവിക്കുന്നതാണ്. കാണുന്നത് കാണാത്തത് അഥവാ അസത്ത് സത്ത് എന്നീ ഭേദം രണ്ടെന്ന ഭാവം ഉള്ളപ്പോഴൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും. നാഹം സ്ത്രീ ന പുമാംശാഹം ന ക്ലേഭം സർഗസംക്ഷയേ സർഗേ സതി വിഭേദ സ്യാത് കൽപ്പിതോയം ധിയാ പുനാ. സൃഷ്ടിയില്ലാതാവുമ്പോൾ ഞാൻ ആണുമല്ല പെണ്ണുമല്ല നപുംസകവുമല്ല. സൃഷ്ടി ആരംഭിക്കുമ്പോഴാണ് ഈ ഭേദം. ഇത് ബുദ്ധി കൽപ്പിതവുമാണ്. അഹം ബുദ്ധിരഹം ശ്രീശ ധൃതി കീർത്തി സ്മൃതിസ്തദാ ശ്രദ്ധാ മേധാ ദയാ ലജ്ജ ക്ഷുധാ തൃഷ്ണാ തഥാ ക്ഷമ. ഞാനാണ് ബുദ്ധി, ഞാനാണ് ശ്രീയും ധൃതിയും കീർത്തിയും സ്മൃതിയും ശ്രദ്ധയും മേധയും ദയവും ലജ്ജയും ക്ഷുത്തും തൃഷ്ണയും ക്ഷമയും. കാന്തി ശാന്തി പിപാസാ ച നിദ്രാ തന്ദ്രാ ജരാ ജരാ വിദ്യാ വിദ്യാ സ്പൃഹാ വാഞ്ച ശക്തി ശക്തിരേവ ച. കാന്തി ശാന്തി ദാഹം നിദ്ര ആലസ്യം ജര യൗവനം വിദ്യ അവിദ്യ സ്പൃഹ വാഞ്ച ശക്തി അശക്തി എന്നിവയും ഞാനാണ്. വസാമജ്ജാ ച ത്വക്ചാഹം ദൃഷ്ടിർവാഗനൃതാ പരാമധ്യാ ച പശ്യന്തി നാഡ്യോഹം വിവിധാശ്ച യാ. മേധസ് മജ്ജ ത്വക്ക് ദൃഷ്ടി സത്യാസത്യവാക് പരാ പശ്യന്തി മധ്യമ എന്നീ വാഗ്ഭേദങ്ങൾ പലതരം നാഡികൾ ഇവയെല്ലാം എൻ്റെ രൂപങ്ങളാകുന്നു. കിം നാഹം പശ്യ സംസാരേ മദ്ധിയുക്തം കിമസ്തി സർവമേവാഹമിത്വേവം നിശ്ചയം വിദ്ധി പത്മജ. എല്ലാം ഞാനല്ലേ, ഈ സംസാരത്തിൽ നോക്കൂ, എന്നെ കൂടാതെ മറ്റെന്തുണ്ട്? സർവവും ഞാനാണെന്ന് ഹേ പത്മജ ഉറപ്പായിട്ട് അറിഞ്ഞാലും. ഏതൈർമേ നിശ്ചിതൈരൂപൈർ വിഹീനം കിം വദസ്വമേ
തസ്മാദഹം വിദേചാസ്മിൻ സർഗേ വൈ വിതതാഭവം. എൻ്റെ ഈ നിശ്ചിതമായ രൂപങ്ങൾ ഒഴികെ പ്രപഞ്ചത്തിൽ മറ്റ് എന്തുണ്ട് എന്നോട് പറയൂ. അതുകൊണ്ട് ബ്രഹ്മാവേ, ഈ സൃഷ്ടിയിൽ ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്നവളാണ്. നൂനം സർവേഷു ദേവേഷു നാനാനാമധരാവ്യഹം ദവാമി ശക്തിരൂപേണ കരോമി ച പരാക്രമം. എല്ലാ ദേവന്മാരിലും നാനാനാമങ്ങൾ ധരിച്ച് ശക്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പല പരാക്രമങ്ങൾ കാണിക്കുന്നതും ഞാൻ തന്നെയാകുന്നു. ഗൗരി ബ്രഹ്മി തഥാ രൗദ്രി വാരാഹി വൈഷ്ണവി ശിവ വാരുണി ചാദ കൗഭേരി നാരസിംഹി ച വാസവി. ഗൗരി, ബ്രാഹ്മി, രൗദ്രി, വാരാഹി, വൈഷ്ണവി, വാരുണി, കുബേരി, നാരസിംഹി, വാസവി, ശിവ ഇവയെല്ലാം എൻ്റെ നാനാനാമങ്ങളും ശക്തികളുമാണ്. ഉത്പന്നേഷു സമസ്തേഷു കാര്യേഷു പ്രവിശാമി താൻ കരോമി സർവകാര്യാണി നിമിത്തം തം വിധായ വൈ. കാര്യരൂപമായ സമസ്തവും സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഞാൻ അവയിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് ആ പുരുഷനെ നിമിത്തമാക്കിക്കൊണ്ട് സർവകാര്യങ്ങളും നിർവഹിക്കുന്നു. പുരുഷൻ കേവലം സാക്ഷി മാത്രമാണ് എന്നർത്ഥം. ജലേ ശീതം തഥാ വഗ്നാ വൗഷ്ണ്യം ജ്യോതിർദിവാകരേ നിശാനാദേ ഹിമാകാമം പ്രഭവാമി യഥാ തഥാ. ജലത്തിലെ ശീതത്വമായും അഗ്നിയിലെ ഉഷ്ണമായും ആദിത്യനിലെ ജ്യോതിസായും ചന്ദ്രനിലെ ശീതളിമയായും യഥായോഗ്യം വർത്തിക്കുന്നതു ഞാൻ തന്നെ. മയാ ത്യക്തം വിധേനൂനം സ്പന്ദിതും ന ക്ഷമ ഭവേത് ജീവജാതം ച സംസാരേ നിശ്ചയോയം ഭ്രുവേ ത്വയി. ബ്രഹ്മാവേ, ഞാൻ ഉപേക്ഷിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവജാലത്തിനും ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുകയില്ലെന്ന് നിശ്ചയമായി ഞാൻ അങ്ങേ അറിയിക്കുന്നു. അശക്താശങ്കരോ ഹന്തും ദൈത്യാൻ കില മയോസിത ശക്തിഹീനം നരം ഭ്രൂതേ ലോകശൈവാതിദുർബലം. എൻ്റെ ശക്തിയില്ലെങ്കിൽ ശങ്കരൻ ദൈത്യന്മാരെ നിഗ്രഹിക്കുന്നതിന് ശക്തനാവുകയില്ല. തീരെ ഫലമില്ലാത്ത മനുഷ്യനെ ലോകം ശക്തിയില്ലാത്തവനെന്നാണല്ലോ പറയുന്നത്. രുദ്രഹീനം വിഷ്ണുഹീനം ന വദന്തി ജനാക്കില ശക്തിഹീനം യഥാ സർവേ പ്രവദന്തി നരാധമം. രുദ്രഹീനൻ, വിഷ്ണുഹീനൻ എന്നിങ്ങനെ ആരെയും പറയാറില്ലല്ലോ. എന്നാൽ കൊള്ളരുതാത്തവനെ ശക്തിഹീനൻ എന്നാണ് ലോകം പറയുക. പതിതാ സ്കലിതോ ഭീത ശാന്തശത്രുവംശഗത അശക്ത പ്രോച്യത്തെ ലോകേ നാരുദ്ധാ കോ അഭിഗദ്ധ്യതേ. പതിതനെയും സ്കലിതനെയും ഭീതനെയും ശാന്തനെയും ശത്രുവിൻ്റെ പിടിയിൽപ്പെട്ടവനെയും ശക്തിഹീനൻ എന്നല്ലാതെ രുദ്രഹീനൻ എന്ന് ആരും പറയാറില്ല. തദ്വിദ്ധി കാരണം ശക്തിർ യഥാ ത്വം ച സിസൃക്ഷസി ഭവിതാ ച യഥാ യുക്ത ശക്ത്യാ കർത്താ തഥാഖിലം. അതുപോലെ നീ സൃഷ്ടി ചെയ്യുന്നതിന് കാരണവും ശക്തി തന്നെയാണ് എന്ന് അറിയൂ. ശക്തിയോട് ചേരുമ്പോൾ മാത്രമാണ് സകല ജഗത്തിൻ്റെയും സൃഷ്ടികർത്താവായി തീരുന്നത്. തഥാ ഹരിസ്തദാ ശംഭുസ്തദേന്ദ്രോ അധ വിഭാവസു ശശി സൂര്യോ യമസ്തുഷ്ടാ വരുണാ പവനസ്തഥാ. അതുപോലെ ഹരിയും ശംഭുവും ഇന്ദ്രനും അഗ്നിയും ശശിയും സൂര്യനും യമനും തുഷ്ടാവും വരുണനും വായുവും ശക്തിയോട് ചേരുമ്പോഴേ ശക്തരാവുന്നുള്ളൂ. ധരാസ്ഥിരാ തദർത്ഥം ശക്തിയുക്ത യഥാ ഭവേത് അന്യഥാ ചേതശക്താ സ്യാത് പരമാണോശ്ച ധാരണേ. ശക്തി ചേർന്നെങ്കിലേ സ്ഥിരയായ ധരണി ധരിക്കാൻ ശക്തിയുള്ളവളായി തീരൂ. മറിച്ചായാൽ പരമാണുവിനെ ധരിക്കാൻ പോലും അശക്തിയുമായിരിക്കും. തഥാ ശേഷസ്തഥാ കൂർമോ യേ അന്യോ സർവേ ച ദിഗ്ഗജ മധ്യുക്താ വൈ സമർത്ഥാശ്ച സ്വാനി കാര്യാണി സാധിതും. അതുപോലെ ശേഷനും കൂർമ്മവും മറ്റ് എല്ലാ ദിഗ്ഗജങ്ങളും എൻ്റെ ശക്തി ചേർന്നെങ്കിലേ തങ്ങളുടെ കർമ്മം ചെയ്യാൻ ശക്തരായി തീരൂ. ജലം പിബാമി സകലം സംഹരാമി വിഭാവസും പവനം സ്തംഭയാമ്യധ്യ യദിച്ഛാമി തഥാചരം
ഞാൻ ജലമെല്ലാം കുടിക്കും, ആദിത്യനെ സംഹരിക്കും, വായുവിനെ സ്തംഭിപ്പിക്കും, ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും. തത്വാനാം ചൈവ സർവേഷാം കദാപി കമലോദ്ഭവ അസദാം ഭാവസന്ദേഹ കർത്തവ്യോ ന കഥാജന. ഹേ കമലോദ്ഭവ, ഭൂമി, ജലം തുടങ്ങിയ തത്വങ്ങളിൽ ഒന്നിലും അസത് എന്ന സന്ദേഹഭാവം ഒരിക്കലും വച്ചു പുലർത്തരുത്. വികാരം പ്രാപിക്കുമെന്നല്ലാതെ ഇവയ്ക്കൊന്നും നാശമില്ല എന്നർത്ഥം. കദാചിത് പ്രാഗഭാവാ സ്യാത് പ്രധ്വംസാഭാവ ഏവ വാ മൃത്പിണ്ഡേഷു കപാലേഷു ഘടാഭാവേ യഥാ തഥാ. കുടമുണ്ടാക്കാൻ കുഴച്ചു വച്ചിരിക്കുന്ന മണ്ണിൽ കുടത്തിൻ്റെ പ്രാഗഭാവം ഉണ്ട്. കുടം പൊട്ടിപ്പോയാൽ അതിൻ്റെ കഷ്ണങ്ങളിൽ കുടത്തിൻ്റെ പ്രധ്വംസാഭാവവും ഉണ്ടെന്ന് താർക്കികന്മാർ പറയും. അതുപോലെയാണ് കാര്യരൂപിയായി പരിണമിക്കുന്നതിനു മുമ്പും കാര്യനാശനത്തിനു ശേഷവും ഭൂമി തുടങ്ങിയ തത്വങ്ങളുടെ അസദ്ഭാവത്തെക്കുറിച്ചും പറയേണ്ടത്. ചിലപ്പോൾ കുടത്തിന് പ്രാഗഭാവം, ചിലപ്പോൾ പ്രധ്വസഭാവം, അല്ലാതെ അത്യന്താഭാവം അതിനില്ല. അതുപോലെ തന്നെ ജഗത്തിനും. ആധ്യാത്ര പൃഥിവീ നാസ്തി ക്വ കഥേതി വിചാരണേ സംജാത ഇതി വിജ്ഞേയ അസ്യാസ്തു പരമാണവ. ഇപ്പോൾ ഇവിടെ ഭൂമിയില്ല, എവിടെ പോയി എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം അത് അതിൻ്റെ പരമാണുക്കളായി മാറിയിരിക്കുന്നു എന്ന്. ശാശ്വതം ക്ഷണികം ശൂന്യം നിത്യാനിത്യം സകർത്തൃകം അഹങ്കാരാഗ്രിമം ചൈവ സപ്തഭേദൈർവിവക്ഷിതം. ശാശ്വതം, ക്ഷണികം, ശൂന്യം, നിത്യാനിത്യത്വം, കർത്തൃത്വം, അഹങ്കാരാഗ്രിമത്വം എന്നീ 7 ഭേദങ്ങളുള്ളതായി പറയുന്നതാണ്. ഗൃഹാണാജ മഹത്തത്വമഹങ്കാരസ്തമുദ്ഭവ തതഃ സർവാണി ഭൂതാനി രചയസ്വ തഥാ പുരാ. മഹത്തത്വം എന്ന് അറിഞ്ഞാലും ഹേ അജ, അതിൽ നിന്നാണ് അഹങ്കാരത്തിൻ്റെ ഉത്പത്തി. അതിൽ നിന്ന് സർവ്വജീവജാലങ്ങളെയും മുമ്പ് എങ്ങനെ സൃഷ്ടിച്ചിരുന്നുവോ അതേപോലെ സൃഷ്ടിച്ചു കൊള്ളുക. വ്രജന്തു സ്വാനിധിഷ്ണാന്യ വിരച്യാനിവസന്തുവ സ്വാനി സ്വാനി ച കര്യാണി കുർവന്തു ദൈവഭാവിതാം. പോയിക്കൊള്ളുക, പോയി സ്വന്തം ഭവനങ്ങൾ നിർമ്മിച്ച് നിങ്ങൾ അതിൽ വസിച്ചു കൊള്ളുവിൻ. എന്നിട്ട് തന്താങ്ങളുടെ കർമ്മഫലമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവിൻ. ഗൃഹാണേ മാം വിദേശക്തിം സുരൂണാം ചാരുഹാസിനീം മഹാസരസ്വതീം നാംനാ രജോ ഗുണയുതാം വരാം. ബ്രഹ്മാവേ, തൂമന്ദഹാസം തൂകുന്ന അഴകുള്ള ഈ ശക്തിസ്വരൂപിണെ സ്വീകരിച്ചു കൊള്ളൂ. മഹാസരസ്വതി എന്നു പേരുള്ള ഇവൾ ഉത്തമയും രജോഗുണയുക്തിയുമാണ്. ശ്വേതാംബരധരാം ദിവ്യാം ദിവ്യഭൂഷണഭൂഷിതാം വരാസനസമാരൂഢാം ക്രീഡാർത്ഥം സഹചാരിണീം. വെൺപട്ടുടുത്തവളും ദിവ്യയും ദിവ്യഭൂഷണങ്ങൾ അണിഞ്ഞവളും ഉത്തമയുമായ ആസനത്തിൽ ഇരിക്കുന്നവളുമായ ഇവളെ വിഹരിക്കാൻ വേണ്ടി സഹചാരിണിയായി സ്വീകരിച്ചു കൊള്ളൂ. ഏഷ സഹചാരി നിത്യം ഭവിഷ്യതി വരാംഗന മാ അവംസ്ത വിഭൂതിം മേ മത്വാ പൂജിതമാം പ്രിയാം. ഈ ഉത്തമ നാരി നിത്യവും നിന്റെ സഹചാരിണിയായി ഭവിക്കും. ഇവൾ പൂജിതമയായ നിന്റെ പ്രിയയാണ്. ഇവൾ എൻ്റെ വിഭൂതിയുമാണ് എന്ന് വിചാരിച്ചു കൊള്ളണം. ഇവളെ അപമാനിക്കരുത്. ഗച്ഛത്വമനയാ സാർദ്ധം സത്യലോകം വദാശു വൈ ബീജാർച്ചതുർവിധം സർവം സമുത്പാദയ സംഭ്രതം. ഇവളോടുകൂടി വേഗം സത്യലോകത്തേക്ക് പോയിക്കൊള്ളുക. ബീജത്തിൽ നിന്ന് 4 വിധത്തിലുള്ള സകലതിനെയും സമുത്പാദിപ്പിക്കുക. ലിംഗകോശാശ്ച ജീവൈസ്തൈ സഹിതാ കർമ്മഭിസ്തദാ വർത്തന്തെ സംസ്ഥിതാ കാലേ താൻ കുരുത്വം യഥാ പുരാ. ബീജത്തിൽ കർമ്മബന്ധങ്ങളോടുകൂടിയ ജീവൻ്റെ സൂക്ഷ്മ ശരീരങ്ങൾ ഒട്ടനേകം ലയിച്ചു കിടപ്പുണ്ട്. അവയെ പണ്ടേ പോലെ സൃഷ്ടിക്കണം. വ്യഷ്ടിരൂപത്തിലാക്കി സൃഷ്ടി നടത്തണമെന്നർത്ഥം. കാലകർമ്മ സ്വഭാവാഖ്യൈ കാരണേ സകലം ജഗത് സ്വഭാവസ്വഗുണൈർയുക്തം പൂർവവത് സചരാചരം. കാലം, കർമ്മം, സ്വഭാവം എന്നീ പേരുള്ള കരണങ്ങൾ കൊണ്ട്
സ്വഭാവത്തോടും സ്വഗുണത്തോടും കൂടിയ ചരാചരാത്മകമായ സകല ജഗത്തിനെയും പണ്ടേ പോലെ സൃഷ്ടിക്കണം. മാനനീയസ്തയാ വിഷ്ണു പൂജനീയശ്ച സർവദാ സത്വഗുണപ്രധാനത്വാദധികാ സർവദസ്തദാ സദാ. മഹാവിഷ്ണുവിനെ അങ്ങ് മാനിക്കണം. അദ്ദേഹം സദാ പൂജനീയനാണ്. സ്വത്വഗുണം അധികമുള്ളതിനാൽ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ് എപ്പോഴും. യഥാ യഥാ ഹി കാര്യം വോ ഭവിഷ്യതി ദുരത്യയം കരിഷ്യതി പൃഥിവ്യാം വൈ അവതാരം തഥാ ഹരി. നിങ്ങൾക്ക് സാധിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും വിഷ്ണു ഭൂമിയിൽ അവതാരമെടുക്കും. തിര്യഗ്യോനാവധാന്യത്ര മാനഷീം തനുമാശ്രിത ധാനവാനം വിനാശം വൈ കരിഷ്യതി ജനാർദ്ദന. തിര്യഗ്യോനിയിലോ അല്ലെങ്കിൽ മറ്റു മനുഷ്യയോനിയിലോ അവതരിച്ച് വിഷ്ണു ദാനവന്മാരെ നശിപ്പിക്കും. ഭവോയം തേ സഹായശ്ച ഭവിഷ്യതി മഹാബല സമുത്പാദ്യ സുരാൻ സർവാൻ വിഹരസ്വ യഥാ സുഖം. ഈ മഹാദേവൻ അങ്ങേക്ക് സഹായമായി തീരും. അദ്ദേഹം മഹാബലവാനാണ്. സകല ദേവന്മാരെയും സൃഷ്ടിച്ചിട്ട് യഥാസുഖം വിഹരിച്ചാലും. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ നാനായജ്ഞൈ സദക്ഷിണൈ യജിഷ്യന്തി വിധാനേന സർവാൻ വാസു സമാഹിത. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ഏകാഗ്രചിത്തരായി വിധി അനുസരിച്ച് ദക്ഷിണയോടുകൂടി നാനാതരത്തിലുള്ള യജ്ഞങ്ങൾ കൊണ്ട് നിങ്ങളെയെല്ലാം യജിക്കും. മന്നാമോച്ചാരണാത് സർവേ മഗേഷു സകലേഷു ച സദാ തൃപ്താശ്ച സന്തുഷ്ട ഭവിഷ്യധ്വം സുരാ കില. എൻ്റെ നാമം ഉച്ചരിക്കുന്നത് നിമിത്തം സകല യാഗങ്ങളിലും നിങ്ങൾ സദാ സന്തുഷ്ടരും സംതൃപ്തരുമായി ഭവിക്കും. ശിവശ്ചാമാനിനീയോ വൈ സർവദാ യതമോ ഗുണ യജ്ഞകാര്യേഷു സർവേഷു പൂജനീയാ പ്രയത്നദാ. തമോ ഗുണമൂർത്തിയായ ശിവൻ എല്ലാ പ്രകാരത്തിലും മാനനീയനാണ്. യജ്ഞകാര്യങ്ങളിലെല്ലാം ക്ലേശിച്ചാലും അദ്ദേഹത്തെ പൂജിക്കേണ്ടതാണ്. യഥാ പുനഃസുരാണാം വൈ ഭയം ദൈത്യാത് ഭവിഷ്യതി ശക്തയോ മേ തദുത്പന്ന ഹരിഷ്യന്തി വിസുവിഗ്രഹ. എപ്പോഴൊക്കെ ദേവന്മാർക്ക് ദൈത്യന്മാരിൽ നിന്നും ഭയം സംഭവിക്കുമോ അപ്പോഴൊക്കെ നല്ല ഉടൽ പൂണ്ട് എൻ്റെ ശക്തികൾ ജനിച്ച് ആ ഭയം ഇല്ലാതാക്കും. വാരാഹി വൈഷ്ണവി ഗൗരി നാരസിംഹി സദാശിവ ഏതശാന്യാശ്ച കാര്യാണി കുരും ത്വം കമലോദ്ഭവ. വാരാഹി വൈഷ്ണവി ഗൗരി നാരസിംഹി സദാശിവ എന്നിങ്ങനെയും മറ്റു പല രൂപങ്ങൾ ഞാൻ സ്വീകരിക്കും. അങ്ങ് ചെന്ന് സൃഷ്ടികർമ്മം നിർവഹിച്ചാലും. നവാക്ഷരമിമം മന്ത്രം ബീജധ്യാനയുധം സദാ ജപൻ സർവാണി കാര്യാണി കുരു ത്വം കമലോദ്ഭവ. ഈ നവാക്ഷര മന്ത്രം ബീജം ധ്യാനം ഇവയോടുകൂടി എപ്പോഴും ജപിച്ചുകൊണ്ട് ഹേ കമലോദ്ഭവ സകല കാര്യങ്ങളും ചെയ്തുകൊള്ളൂ. മന്ത്രാണാമുത്തമോ അയം വൈ ത്വം ജാനീഹി മഹാമതേ ഹൃദയേദേ സദാധൈര്യേ സർവകാമാർത്ഥസിദ്ധയേ. മഹാമതേ, മന്ത്രങ്ങളിൽ വച്ച് അത്യുത്തമമാണിത് എന്ന് അങ്ങേക്ക് അറിയാം. സർവകാമങ്ങളും അർത്ഥങ്ങളും നേടാൻ വേണ്ടി ഹൃദയത്തിൽ ഈ മന്ത്രം സദാ സ്മരിച്ചു കൊള്ളണം. ഇത്യുക്ത്വാ മാം ജഗന്മാതാ ഹരിം പ്രാഹ ശുചിസ്മിത വിഷ്ണു വ്രജ ഗൃഹാണേ മാം മഹാലക്ഷ്മീം മനോഹരാം. ഇത്രയും എന്നോട് അരുളി ചെയ്തിട്ട് ജഗന്മാതാവ് ഹരിയോട് മന്ദഹസിച്ചു കൊണ്ട് കൽപ്പിച്ചു, വിഷ്ണു മനോഹരാംഗിയായ ഈ മഹാലക്ഷ്മിയെയും സ്വീകരിച്ചു കൊണ്ട് പൊയ്ക്കൊള്ളൂ. സദാ വക്ഷസ്ഥലേ സ്ഥാനേ ഭവിതാ നാത്ര സംശയ ക്രീഡാർത്ഥം തേ മയാ ദത്ത ശക്തി സർവാർത്ഥദാ ശിവ. ഇവൾ അങ്ങയുടെ വക്ഷസ്ഥലത്തിൽ തന്നെ സദാ സ്ഥിതി ചെയ്യും, സംശയമില്ല. വിഹരിക്കാൻ വേണ്ടി അങ്ങേക്ക് ഞാൻ നൽകിയ ഈ ശക്തി സ്വരൂപിണി എല്ലാ അർത്ഥങ്ങളും നൽകുന്നവളും ശിവയുമാണ്. ത്വയേയം നാവമന്തവ്യ മാനനീയാ ച സർവദാ ലക്ഷ്മീ നാരായണാഖ്യോയം യോഗോ വൈ വിഹിതോ മയാ. അങ്ങ് ഇവളെ അവഗണിക്കരുത്, എല്ലായ്പ്പോഴും മാനിക്കുകയും വേണം. ലക്ഷ്മീ നാരായണൻ എന്നു പേരുള്ള ഈ യോഗം ഞാൻ സൃഷ്ടിച്ചതാണ്.
ജീവനാർത്ഥം കൃതാ യജ്ഞ ദേവാനാം സർവദാ മയാ അവിരോധേന ഭംഗേന സർവവർത്തിതവ്യം ത്രിഭി സദാ. ദേവന്മാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ എല്ലാ പ്രകാരത്തിലും യജ്ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പരസ്പര ദ്വേഷമില്ലാതെ ചേർച്ചയോടെ മൂവരും വർത്തിച്ചു കൊള്ളണം. ത്വം ച വേദാ ശിവസ്തേദേ ദേവാ മദ്ഗുണസംഭവാ മാന്യാ പൂജ്യാശ്ച സർവേഷാം ഭവിഷ്യന്തി ന സംശയ. അങ്ങും ബ്രഹ്മാവും ശിവനും ഈ മൂവരും എൻ്റെ ഗുണങ്ങളിൽ നിന്നും ജനിച്ചവരാണ്. എല്ലാവർക്കും മാന്യരായും പൂജ്യരായും നിങ്ങൾ ഭവിക്കുമെന്നതിൽ സംശയമില്ല. ഏവൈഭേദം കരിഷ്യന്തി മാനവാ മൂഢചേതസാ നിരയം തേ ഗമിഷ്യന്തി വിഭേദാനാത്ര സംശയ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ഭേദം കൽപ്പിക്കുന്ന മന്ദബുദ്ധികളായ മനുഷ്യർ ഭേദം കൽപ്പിക്കുന്നത് നിമിത്തം നരകത്തിൽ പോകുന്നത് തന്നെ ചെയ്യും, സംശയമില്ല. യോ ഹരി സ ശിവ സാക്ഷാദ്യ ശിവ സ സ്വയം ഹരി ഏതയോർഭേദമാദിഷ്ടൻ നരകായ ഭവിന്നര. ആരാണോ ഹരി അവൻ തന്നെ ശിവൻ, സാക്ഷാ ശിവൻ ആരോ അവൻ തന്നെ ഹരിയും. ഇവർ തമ്മിൽ ഭേദമുണ്ടെന്ന് കരുതുന്ന മനുഷ്യർ നരകത്തിലാണ് പോകുക. തഥൈവാദ്രുഹിണോ ജ്ഞേയോ നാത്ര കാര്യ വിചാരണ അപരോ ഗുണഭേദോ അസ്തി ശൃണു വിഷ്ണു ബ്രവീമീതേ. അതുപോലെ തന്നെ ബ്രഹ്മാവിനെയും അറിഞ്ഞുകൊള്ളണം, സംശയിക്കേണ്ട. എന്നാൽ ഗുണഭേദം മറ്റൊന്നുണ്ട്, വിഷ്ണു, അത് ഞാൻ പറയാം, കേൾക്കൂ. മുഖ്യാ സത്വഗുണാസ്തേസ്തു പരാത്മവിചിന്തനെ ഗൗണത്തോ അഭി പൗരോ പരൗ ഖ്യാതൗ രാജോ ഗുണതമോ ഗുണൗ. ശ്രേഷ്ഠമായ ആത്മവിചിന്തനം ചെയ്യുമ്പോൾ നിന്നിൽ സത്വഗുണം മുഖ്യമായിരിക്കുന്നു. രജസ്, തമസ് എന്നീ 2 ഗുണങ്ങളും അപ്പോൾ ഗൗണങ്ങളായി അറിയപ്പെടുകയും ചെയ്യും. ലക്ഷ്മ്യാ സഹ വികാരേഷു നാനാഭേദേഷു സർവദാ രജോ ഗുണയുതോ ഭൂത്വാ വിഹരസ്വാനയാ സഹ. നാനാഭേദങ്ങളുള്ള കാര്യരൂപമായ പ്രപഞ്ചത്തിൽ ഈ ലക്ഷ്മിയോടൊത്ത് രജോ ഗുണത്തോടു കൂടിയവനായി വിഹരിച്ചാലും. വാഗ്ബീജം കാമരാജം ച മായാബീജം തൃതീയകം മന്ത്രോയം ത്വം രമാകാന്ത മദ്ധത്ത പരമാർത്ഥത. ഹേ രമാകാന്ത, വാഗ്ബീജം ഐൻ, കാമരാജബീജം ക്ലീം, മായാബീജം ഹ്രീം. വാഗ്ബീജവും കാമരാജബീജവും മൂന്നാമതായി മായാബീജവും ചേർന്നതും പരമമായ പുരുഷാർത്ഥത്തെ ദാനം ചെയ്യുന്നതും ഞാൻ തരുന്നതുമായ ഈ മന്ത്രം അങ്ങ് ഗൃഹീത്വാ ജപം തം നിത്യം വിഹരസ്വ യഥാ സുഖം ന തേ മൃത്യുഭയം വിഷ്ണു ന കാലപ്രഭവം ഭയം. സ്വീകരിച്ച് അത് നിത്യവും ജപിക്കുക, എന്നിട്ട് യഥാസുഖം വിഹരിച്ചു കൊള്ളുക. ഹേ വിഷ്ണു, അങ്ങേക്ക് മൃത്യുഭയം ഉണ്ടാവില്ല, കാലകൃതമായ ഭയവും ഉണ്ടാവില്ല. യാവദേശ വിഹാരോ മേ ഭവിഷ്യതി സുനിശ്ചയ സംഹരിഷ്യാമ്യഹം സർവം യഥാ വിശ്വം ചരാചരം. എൻ്റെ ഈ ലീല ഏതു കാലം വരെ നിലനിൽക്കുമോ അത്രയും കാലം അങ്ങും സുഖമായി വസിച്ചു കൊള്ളുക. ചരാചരാത്മകമായ ഈ വിശ്വം മുഴുവൻ ഞാൻ സംഹരിക്കുമ്പോൾ ഭവന്തോ അഭി തഥാനൂനം മയി ലീനാ ഭവിഷ്യത സ്മർത്തവ്യോയം തഥാ മന്ത്ര കാമധോ മോക്ഷസസ്തദാ. നിങ്ങളും എന്നിൽ തന്നെ തീർച്ചയായും വിലയിക്കും. ആഗ്രഹങ്ങൾ സാധിക്കുന്നതും മോക്ഷം നൽകുന്നതുമായ ഈ മന്ത്രം സ്വദാ സ്മരിക്കേണ്ടതാണ്. ഉദ്ഗീതേന ച സംയുക്ത കർത്തവ്യ ശുഭമിച്ഛത കാരയിത്വാധ വൈകുണ്ഠം വസ്തവ്യം പുരുഷോത്തമ വിഹരസ്വ യഥാ കാമം ചിന്തയന്മാ സനാതനീം. ഉദ്ഗീതത്തോട് ചേർന്ന് പ്രണവത്തോട് ചേർത്ത് വേണം മോക്ഷേച്ഛയുള്ളവർ ഈ മന്ത്രം ജപിക്കേണ്ടത്. ഹേ പുരുഷോത്തമ, വൈകുണ്ഠലോകം നിർമ്മിച്ച് അവിടെ വസിക്കണം. നിത്യയായ എന്നെ സ്മരിച്ചുകൊണ്ട് ഇഷ്ടത്തിനൊത്ത് വിഹരിച്ചു കൊള്ളുക. ബ്രഹ്മോവാച ഇത്യുക്ത്വാ വാസുദേവം സാ ത്രിഗുണാ പ്രകൃതിപരാ നിർഗുണാ ശങ്കരം ദേവാ മവോജമൃതം വജ. ത്രിഗുണാത്മികയും അതേസമയം നിർഗുണയുമായ ആ ദേവി വസുദേവനോട് ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ശങ്കരനോട് അമൃതമധുരമായി ഇങ്ങനെ അരുളി ചെയ്തു. ദേവ്യുവാച ഗൃഹാണ ഹര ഗൗരീം ത്വം മഹാകാളീം മനോഹരാം കൈലാസം കാരയിത്വാ ച വിഹരസ്വ യഥാ സുഖം മുഖ്യസ്തമോ ഗുണോസ്തേ അസ്തു
ഗൗണൗ സത്വരജോ ഗുണൗ. ഹേ പരമേശ്വര, മനോഹരയും മഹാകാളിയുമായ ഈ ഗൗരിയെ അങ്ങ് സ്വീകരിച്ചുകൊള്ളൂ. കൈലാസം നിർമ്മിപ്പിച്ച് അവിടെ യഥാസുഖം വിഹരിച്ചുകൊള്ളൂ. അങ്ങേക്ക് തമോ ഗുണമായിരിക്കും മുഖ്യം, സത്വഗുണവും രജോ ഗുണവും ഗൗണങ്ങളുമായിരിക്കും. വിഹരാസുരനാശാർത്ഥം രജോ ഗുണതമോ ഗുണൗ തപ്സ്തപപ്തും തഥാ കർത്തും സ്മരണം പരമാത്മന. അപ്രധാനങ്ങളായ ആ രജസ്തമോ ഗുണങ്ങൾ അസുരന്മാരെ സംഹരിക്കുന്നതിനു വേണ്ടിയാണ്, തപസ്സു ചെയ്യുന്നതിനും അതുപോലെ പരമാത്മസ്മരണം ചെയ്യുന്നതിനും. സർവസത്വഗുണ ശാന്തോ ഗൃഹീത്വവ്യസദാനക സർവദാ ത്രിഗുണായൂയം സൃഷ്ടിസ്ഥിത്യന്തകാരക. ഹേ അനഘ, ശാന്തമായ സത്വഗുണത്തെ സദാ സ്വീകരിച്ചു കൊള്ളണം. ത്രിഗുണങ്ങളിൽ ഓരോന്നും മുഖ്യമാക്കിക്കൊണ്ടാണ് നിങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്യുക. ഏഭിർവിഹീനം സംസാരേ വസ്തുനൈവാത്ര കുത്രചിത് വസ്തുമാത്രം തു യദൃശ്യം സംസാരേ ത്രിഗുണം ഹി തത്. ഈ പ്രപഞ്ചത്തിൽ ഈ ത്രിഗുണങ്ങൾ കൂടാതെ ഒരു വസ്തുവും എങ്ങുമില്ല. പ്രപഞ്ചത്തിൽ വസ്തുസ്വരൂപമായി ദൃശ്യമായിട്ട് എന്തുണ്ടോ അത് മുഴുവൻ ത്രിഗുണമയമാണ്. ദൃശ്യം ച നിർഗുണം ലോകേ ന ഭൂതം നോ ഭവിഷ്യതി നിർഗുണ പരമാത്മാസൗ ന തു ദൃശ്യ കഥാചന. ലോകത്തിൽ ദൃശ്യമായിട്ടുള്ള ഒന്നും തന്നെ നിർഗുണമല്ല. അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. പരമാത്മാവ് മാത്രമാണ് നിർഗുണൻ, അവനൊരിക്കലും ദൃശ്യനുമല്ല. സഗുണ നിർഗുണ ചാഹം സമയേ ശങ്കരോത്തമ സദാഹം കാരണം ശംഭോ ന ജകാര്യം കഥാചന. ഹേ ശങ്കര, സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഞാൻ ഉത്തമയായ സഗുണയാണ്, സൃഷ്ടിലീല ഒടുങ്ങിക്കഴിയുമ്പോൾ നിർഗുണയും. ശംഭു, ഞാൻ എപ്പോഴും കാരണമാണ്, ഒരിക്കലും കാര്യമല്ല. സമയമനുസരിച്ച് ഞാൻ സഗുണ നിർഗുണ ഭേദം കൈക്കൊള്ളുമെങ്കിലും ഒരിക്കലും കാര്യരൂപം പ്രാപിക്കാറില്ല. സഗുണാകാരണത്വാധേ നിർഗുണ പുരുഷാന്തികേ മഹത്തത്വമഹങ്കാരോ ഗുണാശബ്ദതയസ്തഥാ. കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സഗുണയാണ്, പരമപുരുഷനിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിർഗുണയും. മഹത്തത്വവും അഹങ്കാരവും ശബ്ദാദി ഗുണങ്ങളും കാര്യകാരണരൂപേണ സംസരന്തേ ത്വഹർനിശം സദൂദ്ഭൂതസ്ത്വഹംകാരസ്തേനാഹം കാരണം ശിവ. കാര്യകാരണരൂപത്തിൽ നിരന്തരം രാപ്പകൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. സത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായത്. അതിനാൽ ശിവയായ ഞാൻ അതിൻ്റെ കാരണമാണെന്ന് പറയാം. അഹങ്കാരം ശമേ കാര്യം ത്രിഗുണോ അസൗ പ്രതിഷ്ഠിത അഹങ്കാരാത് മഹത്തത്വം ബുദ്ധി സാ പരികീർത്തിത. അപ്പോൾ അഹങ്കാരം എൻ്റെ കാര്യമായി ഭവിക്കുന്നു. അതു ത്രിഗുണാത്മകവും ത്രിഗുണനിഷ്ഠവുമാണ്. അഹങ്കാരത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി, അതാണ് ബുദ്ധി എന്ന് പറയപ്പെടുന്നത്. മഹത്തത്വം ഹി കാര്യം സ്യാദഹംകാരോ ഹി കാരണം തന്മാത്രാണി ത്വഹങ്കാരാത് ബുധപദ്യന്തേ സദൈവ ഹി. അപ്പോൾ മഹത്തത്വം കാര്യമായി ഭവിക്കുന്നു, അഹങ്കാരം കാരണവും. തന്മാത്രകളാകട്ടെ സദാ അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവയുമാണ്. കാരണം പഞ്ചഭൂതാനാം താനി സർവസമുദ്ഭവേ കർമ്മേന്ദ്രിയാണി പഞ്ചൈവ പഞ്ചജ്ഞാനേന്ദ്രിയാണി ച. ആ തന്മാത്രകളാണ് പഞ്ചഭൂതങ്ങളുടെയെല്ലാം സമുദ്ഭവത്തിനു കാരണം. ഇവയുടെ സൂക്ഷ്മരൂപത്തിൽ നിന്നുണ്ടായ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. മഹാഭൂതാനി പഞ്ചൈവ മന ഷോഡശമേവ ച കാര്യം ച കാരണം ചൈവ ഗുണോയം ഷോഡശാത്മക. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ മഹാഭൂതങ്ങളും 16 മനസ്സും ചേർന്ന് കാരണകാരണ രൂപത്തിൽ വർത്തിക്കുന്ന 16 ഗുണങ്ങളുണ്ട്. ഇവയിൽ ചിലത് കാര്യമാവുമ്പോൾ മറ്റ് ചിലത് കാരണമായിരിക്കും. ഈ ഗുണസമുദായത്തിൽ നിന്നാണ് സകല പ്രാണികളുടെയും ഉദ്ഭവം. പരമാത്മാ പുമാനാദ്യോ ന കാര്യം ന ച കാരണം ഏവം സമുദ്ഭവ ശംഭോ സർവേഷാമാദിസംഭവേ. പരമാത്മാവ് ആദിപുരുഷനാണ്, അദ്ദേഹം കാര്യമോ കാരണമോ അല്ല. ശംഭോ, ഏത് സൃഷ്ടിയുടെയും പ്രാരംഭത്തിൽ ഇതാണ് ഉൽപ്പത്തിക്രമം.
സംക്ഷേപേണ മയാ പ്രോക്തസ്തവ തത്ര സമുദ്ഭവ വ്രജന്ധ്വസ്ദ്യാഭിമാനേന കാര്യാർത്ഥം മമ സദ്ധമ. ഉൽപ്പത്തിക്രമത്തെക്കുറിച്ച് ഞാൻ അങ്ങയോട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഹേ ദേവശ്രേഷ്ഠരെ, എൻ്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടി വിമാനത്തിൽ കയറി ഉടൻ പോയാലും സ്മരണാദർശനം തുഭ്യം ദാസ്യോഹം വിഷമേ സ്ഥിതേ സ്മർത്തവ്യോഹം സദാ ദേവ പരമാത്മാ സനാതന. ഏതെങ്കിലും വിഷമസ്ഥിതിയിൽ പെടുന്ന പക്ഷം അപ്പോൾ എന്നെ സ്മരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ദർശനം തന്നുകൊള്ളാം. ഹേ ദേവന്മാരെ, എന്നെ നിത്യനായ പരമാത്മാവായിട്ട് സദാ സ്മരിച്ചു കൊള്ളണം. ഉഭയോ സ്മരണാദേവ കാര്യസിദ്ധിര സംശയം. ഞങ്ങളെ ഇരുവരെയും, പരമപുരുഷനെയും എന്നെയും സ്മരിക്കുന്നത് മൂലം കാര്യസിദ്ധി ഉണ്ടാകും, സംശയമില്ല. ബ്രഹ്മോവാച ഇത്യുക്ത്വാ വിസർജാസ്മാൻ ധത്വാ ശക്തി സുസംസ്കൃത വിഷ്ണവേ അധ മഹാലക്ഷ്മീം മഹാകാളീം ശിവായ ച മഹാസരസ്വതീം മഹ്യം സ്ഥാനസ്തസ്മാദ്യുസർജിത. ഇങ്ങനെ അരുളി ചെയ്ത് വിഷ്ണുവിന് മഹാലക്ഷ്മി, ശിവന് മഹാകാളി, എനിക്ക് മഹാസരസ്വതി എന്നീ സുസംസ്കൃതങ്ങളായ ശക്തിസ്വരൂപിണികളെ നൽകി അവിടെ നിന്നും ഞങ്ങളെ യാത്രയാക്കി. സ്ഥലാന്തരം സമാസാദ്യ തേ ജാഥാ പുരുഷാ വയം ചിന്തയന്തഃ സ്വരൂപം തത്പ്രഭാവം പരമദ്ഭുതം. ആ സ്ഥലം വിട്ട് മറ്റൊരിടത്ത് എത്തിയ ക്ഷണം പുരുഷന്മാരായി മാറി ഞങ്ങൾ മൂവരും ദേവിയുടെ സ്വരൂപത്തെയും അത്ഭുത പ്രഭാവത്തെയും ഓർത്തുകൊണ്ട് വിമാനം തത്സമാസാദ്യ സംരൂഢാസ്തത്ര വൈത്രയ ന ദീപോऽസൗ ന സാ ദേവി സുധാ സിന്ധുസ്തഥൈവ ച. പുനർദൃഷ്ടം വിമാനം വൈ തത്രാസ്മാഭിർന ചാന്യഥ. ഞങ്ങൾ മൂവരും ചെന്ന് ആ വിമാനത്തിൽ കയറിയിരുന്നു. അപ്പോഴേക്കും ആ ദ്വീപുമില്ല, ദേവിയുമില്ല, അതുപോലെ സുധാസിന്ധുവുമില്ല. എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ആ വിമാനം മാത്രം അവിടെയുണ്ട്, മറ്റൊന്നും ഞങ്ങൾ കണ്ടില്ല. ആസാദ്യ തസ്മിൻ വിതതേ വിമാനേ പ്രാപ്ത വയം പങ്കജസന്നിധൗ ച മഹാർണവേ യത്ര ഹതൗ ദുരത്യയൗ മുരാരിണാ തൗ മധുകൈടഭാഗൗ. ആ വിസ്തൃതമായ വിമാനത്തിൽ കയറി ഞങ്ങൾ താമരയ്ക്ക് സമീപം മഹാപ്രളയ സമുദ്രത്തിൽ എവിടെ വച്ചാണോ മുരാരി മഹാപരാക്രമികളായ മധുകൈടവന്മാരെ നിഗ്രഹിച്ചത് അവിടെ വേഗം എത്തിച്ചേർന്നു. ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ഷഷ്ടോധ്യായ. ഓം മഹാദേവേ നമഃ.